സ്റ്റാർലൈനർ വിക്ഷേപണം വിജയം. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്തേക്ക്. സാങ്കേതികത മൂലം 2 തവണ മാറ്റിവെച്ച ശേഷമാണ് സ്റ്റാർലൈനർ പേടകം ഇന്ന് വിജയകരമായി വിക്ഷേപിച്ചത്. 5, 4, 3, 2, 1, ignition. And liftoff of Starliner and Atlas V, carrying 2 American heroes, drawing a line to the stars. ബുധനാഴ്ച ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിലെ ലോഞ്ച് പാഡിൽ നിന്ന് ഇന്ത്യൻ സമയം 8:30-ക്കാണ് സ്റ്റാർലൈനർ വിക്ഷേപിച്ചത്. ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറുമാണ് സ്റ്റാർലൈനറിലെ യാത്രക്കാർ. ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരാഴ്ച ചെലവഴിക്കുകയും പേടകത്തിന്റെ ഉപസംവിധാനങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. 2 വർഷം മുൻപാണ് സ്റ്റാർലൈനർ യാത്രികരെ കൂടാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കും തിരിച്ചുമുള്ള പരീക്ഷണയാത്ര പൂർത്തിയാക്കിയത്. വിക്ഷേപണത്തിന്റെ അവസാന നിമിഷം നേരിട്ട സാങ്കേതിക തകരാറുകൾ മൂലം ആദ്യ 2 ശ്രമങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. ആഴ്ചകളോളം നീണ്ട പരിശോധനകൾ ആവശ്യമായി വന്ന തകരാറുകൾ മൂലം മെയ് 6-ന് നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം 2 മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് മാറ്റിവെച്ചത്. ജൂൺ 1-ന് നിശ്ചയിച്ച വിക്ഷേപണവും ഇത്തരത്തിൽ മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. തകരാറുകളെല്ലാം പൂർണ്ണമായും പരിഹരിച്ച ശേഷം ബുധനാഴ്ച രാത്രി യാത്രയാരംഭിച്ച സ്റ്റാർലൈനർ ശരിയായ ഭ്രമണപഥത്തിൽ എത്തിയെന്ന് നാസ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.